ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ വർഷയുടെയും ശ്രീകാന്തിന്റെയും വിവാഹമൊക്കെ കഴിഞ്ഞ് രേവതി വീട്ടിലേക്ക് പോയി. നീ വീട്ടിലേക്ക് വരണം, എന്നിട്ട് അച്ഛനോട് മാപ്പ് ചോദിച്ചാൽ മതി, അച്ഛൻ നിന്നോട് ക്ഷമിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ രേവതി അവിടെ നിന്ന് പോകുന്നത്. അപ്പൊ രേവതിയുടെ പ്രതീക്ഷ എന്താ, നമ്മുടെ ശ്രീകാന്ത് വീട്ടിൽ വരുമെന്ന് തന്നെയാണ്. ആ ഒരു പ്രതീക്ഷയോടുകൂടി നമ്മുടെ രേവതി പോയി. പക്ഷെ വർഷ പറഞ്ഞു ശരിയാവില്ല, ശ്രീകാന്തെ നീ എന്തിനാ രേവതി ചേച്ചിയോട് പറഞ്ഞത് നമ്മൾ വീട്ടിൽ ചെല്ലാന്ന്? അതൊരിക്കലും ശരിയല്ല. നിനക്ക് എൻ്റെ വീട്ടുകാരെ കുറിച്ച് അറിയാൻ മേലാഞ്ഞിട്ടാ. നമ്മൾ രണ്ടും ഒന്നിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരത് തടസ്സപ്പെടുത്തും. അതുമാത്രമല്ല, നമ്മളെ രണ്ടിനെയും പിരിച്ചു വെക്കും, എന്നെ വീട്ടിലും കൊണ്ടുപോകും. എൻ്റെ അച്ഛൻ്റെ സ്വഭാവം നിനക്ക് അറിയില്ല. അതുമല്ല, അച്ഛൻ അതിന് ഏതറ്റം വരെയെങ്കിലും പോകും. അതുകൊണ്ട് ഞാൻ പറയുക, നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കാം. കുറച്ച് ദിവസം മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമെല്ലാം അങ്ങ് പതുക്കെ ഒതുങ്ങും. അതുമല്ല, നമ്മൾ ജീവിച്ചു തുടങ്ങിയാൽ പിന്നെ നമ്മളെ പിരിച്ചു വെക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്തിന് വല്ലാത്തൊരു സങ്കടം. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ അച്ഛനോട് പറയാതെ എങ്ങനെയാ ഇവിടുന്ന് മാറി നിൽക്കുന്നത്? എൻ്റെ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് വല്ലാണ്ടങ്ങ് പേടിയാവുക. അച്ഛൻ ഇതൊന്നും താങ്ങൂല വർഷാന്ന് പറയുമ്പം അതൊന്നും സാരമില്ല. നീ ഒരു കാര്യം ചെയ്യണം, ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാം. തമിഴ്നാട്ടിലേക്കോ ബാംഗ്ലൂരിലേക്കോ വല്ലോ നമുക്ക് മാറി നിൽക്കാം. 2-3 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. ഏതായാലും ഒരു കാര്യം ചെയ്യുക, ഇനിയിപ്പം തമിഴ്നാട്ടിൽ പോയില്ലെങ്കിലും കേരളത്തിലെ എത്ര സ്ഥലങ്ങളുണ്ട്, നമുക്ക് എങ്ങോട്ടേലും മാറി നിൽക്കാം. പിന്നെ നമ്മുടെ ഫോൺ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ഫോൺ ഓഫ് ആക്കാനൊക്കെ പറയുകയാണ്. ഏതായാലും വർഷ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. അങ്ങനെ വർഷയും കൂട്ടുകാരൊക്കെ പറഞ്ഞപ്പോൾ കൂട്ടുകാരും പറഞ്ഞ് വർഷയുടെ കൂടെ നിൽക്കുകയാണ്. വർഷ പറയുന്നത് ശരിയാണ്, നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ ഏതായാലും നീ എടുത്തു ചാടി വീട്ടിലേക്ക് ചെല്ലണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ കാറ് കൊണ്ടൊക്കോ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ കാറും ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവര് നേരെ കാറിനകത്ത് കയറി പോകുന്നത് വേറെ എങ്ങോട്ടേക്കൊക്കെയാണ്. ഈ സമയം നമ്മുടെ രേവതി പോയി. അപ്പോഴാണ് അപ്പൊ എല്ലാവരും അമ്പലത്തിൽ നിന്ന് അങ്ങ് പോയിട്ടോ. രേവതി പോയി, അതുപോലെ തന്നെ ശ്രീകാന്തും വർഷയും ഒക്കെ പോയി. അപ്പോഴത്തേക്കാണ് ഒരാൾ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് വരുന്നത്. ആരാ? നമ്മുടെ റോഷന്. അങ്ങനെ റോഷൻ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പൊ ഇത് ഞാൻ നീട്ടിക്കുറുക്കി പറയുന്നില്ല, ഇന്നലത്തെ വിശേഷത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്ന് കാണിച്ചില്ല. ഏതായാലും റോഷൻ ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വരുമ്പോൾ അവിടെ നമ്മുടെ വർഷേനെ കാണുന്നില്ല. അങ്ങനെ വർഷേനെ കാണാത്തത് കൊണ്ട് തന്നെ നമ്മുടെ റോഷനാകെ പേടിച്ചു പോവുകയാണ് കേട്ടോ. അങ്ങനെ റോഷനാകെ പേടിച്ചു പോന്നു. പിന്നെ റോഷൻ നേരെ ചെല്ലുന്നത് വർഷയുടെ വീട്ടിലേക്ക് തന്നെയാണ്. പൊട്ടനാണെങ്കിലും റോഷന് കാര്യങ്ങളൊക്കെ പിടികിട്ടി കേട്ടോ. എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് ചെന്നു, വർഷയുടെ വീട്ടിലേക്ക് ചെന്നു. അപ്പൊ വർഷയുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഇവരെ കാത്തിരിക്കുകയാണല്ലോ. അപ്പം വർഷയുടെ അച്ഛൻ പറഞ്ഞു, ഇത് എന്ത് പറ്റി റോഷ, നീ തന്നെ വരുന്നത്? മോൾ എന്തി, വർഷ എന്തിന്ന് ചോദിച്ചപ്പം നിങ്ങളുടെ മോളെ കുറിച്ചൊന്നും പറയണ്ട, അവളെ എന്നെ പറ്റിച്ചിട്ട് മുങ്ങിന്ന് പറഞ്ഞു. നിന്നെ പറ്റിച്ചിട്ട് മുങ്ങിന്നോ? അല്ല, നിന്റെ കൂടെയല്ലേ ഞങ്ങള് അവളെ വിട്ടത്, നീ ഉള്ള വിശ്വാസത്തിലല്ലേ അവളെ ഞങ്ങൾ നിന്റെ കൂടെ വിട്ടതെന്ന് പറഞ്ഞപ്പം ഏതായാലും മകളെ നിങ്ങൾക്കപ്പം വിശ്വാസം ഇല്ലായിരുന്നല്ലേ? നിങ്ങളുടെ മകളെ എന്നെ പറ്റിച്ചിട്ട് മുങ്ങിയിട്ടുണ്ട്. അവളെ എവിടെ പോയാലും അവളെ ഞാൻ പൊക്കും. അവളെന്നെ പറ്റിച്ചിട്ട് ആരുടെ കൂടെ പോയാലും അവനെയും ഞാൻ തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇത് കേട്ടപ്പോഴേ മനസ്സിലായി നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയ്ക്കും ശ്രീകാന്തിന്റെ കൂടെ തന്നെയാണ് മുങ്ങിയിരിക്കുന്നതെന്ന്. അങ്ങനെ ദേഷ്യം വന്നിട്ട് നമ്മുടെ റോഷൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അതും ഇതുമൊക്കെ പറഞ്ഞു, വർഷയുടെ അച്ഛനെയും അമ്മേനെയൊക്കെ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഞാൻ ആരാണെന്ന് നിങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് റോഷൻ അങ്ങ് പോയത്. ഏതായാലും ഇതേ സമയമായിക്കോട്ടെ, നമ്മുടെ രേവതി വീട്ടിലെത്തിയില്ല. അതിനു മുമ്പായിട്ട് തന്നെ അവിടെ എത്തുന്ന വേറെ 2 പേരുണ്ട്. അത് നമ്മുടെ വർഷയുടെ അച്ഛനും വർഷയുടെ അമ്മയുമാണ്. നേരെ വണ്ടി വിട്ടു. എങ്ങോട്ടേക്ക്? നമ്മുടെ രവീന്ദ്രന്റെ അടുത്തേക്ക്. അങ്ങനെ രവീന്ദ്രന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ചെന്നിട്ട് എൻ്റെ മകളെ മര്യാദയ്ക്ക് ഇറക്കി വിടാൻ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് രവീന്ദ്രൻ, നിങ്ങൾ എന്താ ഈ വന്ന് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയും. അപ്പൊ ചന്ദ്രയ്ക്കൊന്നും ഈ വിഷയമൊന്നും അറിയത്തേ ഇല്ല. ചന്ദ്രയ്ക്കും അറിയത്തില്ല, ശ്രുതിക്കും അറിയത്തില്ല, ഈ വിഷയത്തെക്കുറിച്ച് അറിയത്തേ ഇല്ലല്ലോ. അപ്പൊ ചന്ദ്ര പെട്ടെന്ന്, ഇതെന്താ ഇങ്ങേര് വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന, ഒരു മര്യാദ ഇല്ലാതെ, നിന്റെ എന്നല്ല നിങ്ങളുടെ മോളെ ഞങ്ങൾ എന്തിനാ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതേ നിൽക്കുന്ന നിന്റെ കെട്ടിയനോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും എന്താ ചന്ദ്രേട്ടാ ഇവരീ ചന്ദ്രേട്ടൻ അല്ലാട്ടോ, സോറി, രവിയേട്ടാ ഇവരീ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൊന്ന് ചന്ദ്ര എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു. അപ്പൊ സുധി ചോദിച്ചു, അല്ല നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? എൻ്റെ വീട്ടിൽ കയറി വന്ന് നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് എവിടെന്നാ കിട്ടിയെന്ന് വെച്ചുകൊണ്ട് സുധി അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്കും സുധീനെ പിടിച്ച് അങ്ങോട്ട് തട്ടി കേട്ടോ വർഷയുടെ അച്ഛൻ. എന്നിട്ട് പറഞ്ഞു, ദേ മര്യാദയ്ക്ക് എൻ്റെ മകൾ എവിടെയാണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ എൻ്റെ മകളെ വിളിച്ചു വരുത്തിക്കോ.
ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ അഴി എണ്ണിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ എന്തോന്നാ ഈ പറയുന്നത്? നിങ്ങളുടെ മകളെ ഞങ്ങളൊന്നും പിടിച്ചു വെച്ചിട്ടില്ല. അല്ല, നിങ്ങൾ എന്താ പറയുന്നത്? എൻ്റെ മോൻ ശ്രീകാന്ത് നിങ്ങളുടെ മകളെ കൊണ്ടുപോയെന്നാണോ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അതെ, വേറെ ആരും കൊണ്ടുപോകാനാ? എനിക്ക് ഉറപ്പുണ്ട് അവന്റെ കൂടെ തന്നെയാ പോയേക്കുന്നത്. ഇത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതൊരു അവസരം മുതലെടുക്കുകയാണല്ലോ. കോടിക്കണക്കിന് സ്വത്ത് കണ്ടിട്ടാ നിങ്ങൾ നിങ്ങളുടെ മകനെ എൻ്റെ മകളുടെ പുറകെ വിട്ടതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രമാ അവൻ എൻ്റെ മോളെ വളച്ചെടുത്തത്. സമ്മതിക്കില്ല ഞാൻ. ഈ നിങ്ങളെപ്പോലെയുള്ള മിഡിൽ ക്ലാസ്സുകാരുടെ കൂടെ എൻ്റെ മോളെ വിവാഹം കഴിച്ചു വിടാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷയുടെ അമ്മ അങ്ങ് തുടങ്ങിയപ്പോഴത്തേക്കും അപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി കേട്ടോ നമ്മുടെ ചന്ദ്രയ്ക്ക്. അപ്പം ചന്ദ്ര ചോദിച്ചു, എന്താ നിങ്ങളുടെ മകളും എൻ്റെ മകൻ ശ്രീകാന്തുമായിട്ട് വല്ല സ്നേഹത്തിലുമായിരുന്നു എന്ന് ചോദിച്ചു. സ്നേഹത്തിൽ തന്നെയായിരുന്നു, മുടിഞ്ഞ സ്നേഹത്തില്. എൻ്റെ മോളെ ഉണ്ടല്ലോ അവൻ വളച്ചെടുത്തത്. എന്ത് കണ്ടിട്ട്? നീയൊക്കെ കൂടിയല്ലേടി എൻ്റെ മോളെ ഇങ്ങനെ കൊണ്ടുവന്ന് അവൻ്റെ കൂടെ പറഞ്ഞു വിട്ടതും ഒക്കെ. എന്നിട്ട് ഇവിടെ നിന്ന് നാടകം കളിക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞ് രവീന്ദ്രനെ കയറി പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, മര്യാദയ്ക്ക് അങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞു. ഞങ്ങള് മിഡിൽ ക്ലാസ് ഒക്കെ ആയിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ ഹൈ ലെവലിലൊക്കെ ആയിരിക്കാം. മിഡിൽ ആണെങ്കിലും ഹൈ ആണെങ്കിലും തറ പരിപാടി എൻ്റെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് മാറി നിൽക്കാനാ പറഞ്ഞത്. കൂടുതൽ കളിച്ചാലുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി ഇങ്ങ് വന്നു. ശ്രുതി പറഞ്ഞിട്ട്, നിങ്ങൾ പറയുന്നതൊക്കെ ഒന്നും ശരിയല്ല. കാരണം ശ്രീകാന്ത് ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു. അവർ റെസ്റ്റോറൻറ്റിൽ പോയതാ. പിന്നെ നിങ്ങൾ കയറി വന്നിട്ട് എൻ്റെ ആന്റീനെ അങ്കിളിനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ വർഷയുടെ അമ്മ പോയി ശ്രുതിയുടെ മെക്കിട്ട് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ഈ ശ്രുതിയുടെ അടുത്ത് നിന്ന് സംസാരിക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല. ഇവളെ ആരാന്നോർത്തോണ്ടാ? ഇവളെ വലിയ കോടീശ്വരിയാ. ഇവളുടെ അച്ഛൻ മലേഷ്യയില് എത്ര ബിസിനസ് നടത്തുന്നുണ്ടെന്ന് അറിയാമോ? അതുകൊണ്ട് തന്നെ എൻ്റെ മകൻ ശ്രീകാന്തിന് നിങ്ങളുടെ മകളെക്കാളും കൂടുതൽ പണമുള്ള ഒരുത്തിനെ കിട്ടും. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യും. അല്ലാതെ നിന്റെ മകളെ ഞങ്ങളുടെ മകന് ആവശ്യമില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ രവീന്ദ്രന്റെ കുത്തിരി കയറി പിടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ നിർത്ത. ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ ശ്രീകാന്തിനെ വിളിച്ചു തരാം. ശ്രീകാന്തിനെ വിളിച്ചു തന്നാൽ നിങ്ങൾക്ക് സമാധാനമാവോ? പിന്നെ നിങ്ങളുടെ മകൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മകനെ മാത്രം കുറ്റം വെച്ചിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ശ്രീകാന്തിനെ വിളിക്കാം. എൻ്റെ മക്കളെ എനിക്ക് വിശ്വാസമാണ്. അവരൊരിക്കലും ഞാൻ പറയുന്നതിനെതിരായിട്ടൊന്നും ചെയ്യില്ല. ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഫോൺ എടുത്ത് അങ്ങോട്ട് വിളിച്ചു. എന്ത് ചെയ്യാനാണ്? നമ്മുടെ ശ്രീകാന്ത് വർഷയും വണ്ടിക്കകത്താണുള്ളത്. അപ്പൊ പെട്ടെന്ന് ഫോൺ കോൾ വരുന്നപ്പോഴത്തേക്കും വർഷ ചോദിച്ചു, ഇത് എന്താ ശ്രീകാന്ത് നീ ഫോൺ ഓഫാക്കി വെക്കാത്തത്? ഇത് ഓണാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ, ഈ ഒരു ഇത് മാത്രം മതി പോലീസുകാർക്ക് നമ്മൾ എവിടെയായി എങ്ങനെയാണെന്നൊക്കെ അറിയാന്. ഇപ്പോഴത്തെ ടെക്നോളജി ഒക്കെ നിനക്ക് അറിയത്തില്ല. പിന്നെ എന്തിനാ നീ അത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ പറഞ്ഞപ്പം അത് പിന്നെ അച്ഛനാ വിളിക്കണത്. അച്ഛനോട് വിളിച്ച് ഞാൻ എവിടെയാണെന്നെങ്കിലും ഒന്ന് പറയട്ടെ. അയ്യോ വേണ്ട ശ്രീകാന്തെ, അത് വലിയ പ്രശ്നമാവും. ചിലപ്പോൾ ഇപ്പൊ അവരൊക്കെ അറിഞ്ഞു കാണും. അതായിരിക്കും ഇപ്പം വിളിക്കുന്നത്. അതുകൊണ്ട് നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്ന പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം അങ്ങ് മേടിച്ചിട്ട് ഫോൺ അങ്ങ് സ്വിച്ച് ഓഫും ചെയ്തു വെച്ചു കേട്ടോ. ഈ സമയത്ത് ശ്രീകാന്തിനെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. അപ്പൊ ആകെപ്പാടെ പേടിച്ചു പോയി നമ്മുടെ രവീന്ദ്രൻ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അതെ എൻ്റെ മോനെ കുറച്ച് തിരക്കിലൊക്കെ ആയിരിക്കും. അവൻ റെസ്റ്റോറൻറ്റിലല്ലേ, അപ്പൊ ആരെങ്കിലും കസ്റ്റമേഴ്സ് ഒക്കെ കാണും, അതായിരിക്കും അവൻ എടുക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ ഒരു കോപ്പുമല്ല, നിങ്ങളുടെ മകൻ എൻ്റെ മകളെയും കൊണ്ട് പോയി, അതുകൊണ്ട് തന്നെ എടുക്കാത്തതെന്ന് പറഞ്ഞ് വീണ്ടും രവീന്ദ്രനെ കുത്തിന് പിടിച്ചിട്ട് ഒറ്റ തള്ളു തള്ളിട്ടോ. രവീന്ദ്രൻ അങ്ങ് ബാക്കിലേക്കായി പോയി. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, എന്താ നിങ്ങൾ ഈ കാണിച്ചത്? ഇപ്പൊ തന്നെ പോലീസിനെ വിളിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞു. ഈ സമയത്ത് പോലീസ് നമ്മുടെ സച്ചിയുടെ വീട്ടിന്റെ താഴെ എത്തി കേട്ടോ. താഴെ ആ ഒരു ഭാഗത്തായിട്ട് പോലീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പോലീസ് വന്നു, അകത്തേക്ക് കയറിയിട്ട് പറഞ്ഞു, ആരാ ഈ ശ്രീകാന്ത് എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും പറഞ്ഞു, എൻ്റെ മോനാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളാണോ രവീന്ദ്രൻ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ വർഷയുടെ അച്ഛൻ പറയാൻ തുടങ്ങി, ഇയാള് തന്നെയാ, ഇയാളെ എല്ലാത്തിനും കാരണം, ഇയാളുടെ മകനാ എൻ്റെ മോളെ പിടിച്ചോണ്ട് പോയേക്കുന്നത്. അപ്പോഴത്തേക്ക് രവീന്ദ്രനോട് പറഞ്ഞു, സത്യം പറ, മകൻ എങ്ങോട്ടാ ഇവരുടെ മകളെ കൊണ്ടുപോയേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ഒരിക്കലും എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല സാറേ ഇവർ ചുമ്മാ പറയുന്ന, എൻ്റെ മകൻ അങ്ങനെ ഒരു ബന്ധമില്ല സാറേ. ഞാൻ എൻ്റെ മകനോട് ചോദിച്ചപ്പോൾ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്നാ പറഞ്ഞത്. എന്ത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും കോപ്പാണെങ്കിലും കയറാൻ പറഞ്ഞു വണ്ടിക്കകത്ത്. അപ്പൊ പെട്ടെന്ന് ശ്രുതി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഒരു തെളിവോ കാര്യങ്ങളോ ഇല്ലാതെ വെറുതെ ഒരാളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം ഏതായാലും തെളിവും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ നിങ്ങൾക്കെതിരെ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ നിങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോയേ എനിക്ക് പറ്റൂ, വേറൊന്നിനും അല്ല. ഏതായാലും ഫോർമാലിറ്റിക്കെങ്കിലും നിങ്ങളെ കൊണ്ടുപോകണം, അതാണല്ലോ നിയമം. കയറാൻ പറഞ്ഞു. അങ്ങനെ രവീന്ദ്രൻ ഡ്രസ്സൊക്കെ ഇട്ട് ചേഞ്ചൊക്കെ ചെയ്ത് വന്ന് നേരെ പോലീസ് വണ്ടി കയറി പോവുകയാണ്. പുറകെ ഓട്ടോ പിടിച്ചുകൊണ്ട് ശ്രുതിയും ചന്ദ്രയും കൂടി അങ്ങ് പോയി കേട്ടോ. ഏതായാലും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഈ സമയം രേവതി വീട്ടിലെത്തിക്കുകയാണ്. രേവതി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ആരെയും കാണുന്നില്ല. അപ്പൊ രേവതി വീട്ടിലെത്തിയപ്പോൾ ആരെയും കാണാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന്, അതായത് ഇവർ പോയ ആ ഒരു സമയത്ത് തന്നെ രേവതി വന്നു.
അപ്പൊ രേവതിയോട് അടുത്തുള്ളവർ പറഞ്ഞു ഇങ്ങനെയാണ് പോലീസ് കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴേ നമ്മുടെ രേവതിയുടെ ഉയിരും പ്രാണനും ഒക്കെ പോയില്ലേ. രേവതി തൊട്ടടുത്ത് നിന്ന് ഒരു വണ്ടി വിളിച്ചുകൊണ്ട് ഇവരുടെ പുറകെ പോവുക. ഇവരുടെ പുറകെ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ രവീന്ദ്രൻ പോലീസുകാർ രവീന്ദ്രനും ഒക്കെ അങ്ങ് എത്തി കേട്ടോ, പോലീസ് സ്റ്റേഷനിൽ എത്തി. ഏതായാലും ഇവിടെ നിന്ന് കൊണ്ടുപോയപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു രവീന്ദ്രനെ. കാരണം രവീന്ദ്രനെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ പിന്നെ പോലീസുകാരുടെ ആ ഒരു ഇതിലോ ഒന്നും അല്ല കൊണ്ടുപോയത്. സാവധാനത്തില് പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് പോലീസ് കൊണ്ടുപോയത്. നിയമ നടപടിയല്ലേ, അത് ഞങ്ങൾക്ക് സ്വീകരിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പോലീസുകാരുടെ സ്വഭാവം ആകപ്പാടെ മാറുകയും നമ്മുടെ രവീന്ദ്രനെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യുക. കാരണം മകളെ, അതായത് നമ്മുടെ വർഷേനെ കണ്ടു കിട്ടാതെ ഒരിക്കലും രവീന്ദ്രനെ പുറത്ത് വിടില്ല എന്ന് തന്നെയാണ് പോലീസുകാർ കർശനം പറയുന്നത്. അങ്ങനെ വല്ലാത്തൊരവസ്ഥയായി പോവുകയാണ് കേട്ടോ രേവതിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരവസ്ഥ. അങ്ങനെ രേവതി ഓട്ടോയിൽ പോയിട്ട് നേരെ നമ്മുടെ സച്ചിനെ ഫോൺ വിളിക്കുക. അപ്പൊ സച്ചിനെ വിളിച്ചറിയിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ലെന്നറിയാം. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചന്ദ്രയും സച്ചിനെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കാരണം സച്ചിയുടെ വില അപ്പോഴാണ് ചന്ദ്ര മനസ്സിലാക്കുന്നത്. സുധി എന്ന് പറയുന്ന ആ ഒരു മൺകൊണാഞ്ചൻ കൂടെ ഉണ്ടായിട്ട് ഒരു ഉപകാരവും ഇല്ല. സുധി ചുമ്മാ പേടിച്ച് വിറച്ച് പോലീസിനെ കാണുമ്പോൾ മാറി നിൽക്കുന്നതല്ലാതെ നമ്മുടെ ശ്രുതിയുടെ അത്രയും കൂടി ധൈര്യം ശ്രുതിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് എന്തിയാ, അവൻ എന്തിയാ, സച്ചിപ്പയ്യനെ കാണുന്നില്ലല്ലോ, സച്ചി എന്തിയെ എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്ര വെപ്രാളപ്പെടുക. കാരണം സച്ചി ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും തീരുമാനം എടുക്കാനായിട്ട് ഉള്ളൊരു കഴിവും ഒരു പ്രാപ്തിയൊക്കെ നമ്മുടെ സച്ചിക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സച്ചിനെ ചന്ദ്ര അന്വേഷിക്കുന്നത്. അങ്ങനെയെങ്കിലും സച്ചിയുടെ വില മനസ്സിലാക്കണം, അത് വേറെ കാര്യം. ഇതേ സമയം നമ്മുടെ രേവതി സച്ചിനെ വിളിക്കുകയാണ്. അപ്പൊ സച്ചിനെ വിളിക്കുമ്പോഴത്തേക്കും ഹലോ എന്താ രേവതി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അത് പിന്നെ ഇവിടെ വലിയ പ്രശ്നമാണ് എന്നിങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് സച്ചി പേടിച്ചു പോയി. അപ്പം വണ്ടി ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്താ പറ്റി രേവതി, നീ കാര്യം പറ, എന്താ പറ്റിയത്, അമ്മ എന്തെങ്കിലും നിന്നോട് പറഞ്ഞു, നീ എന്താ ഇങ്ങനെ കരയുന്നത്? അത് പിന്നെ അമ്മ എന്നോടൊന്നും പറഞ്ഞില്ല, അച്ഛന് എന്ന് പറഞ്ഞതും ഫോണ് കട്ടായി പോവാണ് കേട്ടോ. കാരണം ആ ഒരു സമയത്ത് റേഞ്ച് ഓഫായിപ്പോയി, റേഞ്ച് കട്ടായിപ്പോയി. നമ്മുടെ സച്ചിക്കാണ് വെപ്രാളവും, എന്ത് ചെയ്യണമെന്നറിയില്ല സച്ചിക്ക്. ഏതായാലും സച്ചി ഇനി അവിടെ നിൽക്കാൻ പോകുന്നില്ല, സച്ചി ഓൺ ദ സ്പോട്ടിൽ ഇവിടെ എത്തും. എന്നാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ ഫുൾ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എന്നും കറക്റ്റ് 6 മണിക്ക് തന്നെ നമ്മൾ ഫുൾ വിശേഷം അപ്ലോഡ് ചെയ്തായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഇട്ടേക്കുന്ന ആ വീഡിയോയ്ക്ക് നിങ്ങളൊരു ലൈക്കും അതുപോലെ തന്നെ കമന്റും ഷെയറൊക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.